ഹലോ, നമുക്കിന്ന് അമൃതം പൊടി കൊണ്ട് വളരെ രുചികരമായിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മളൊരു ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് 2 മിനിറ്റ് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇത് രണ്ടും കൂടെ നന്നായി വീണ്ടും മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും നമ്മുടെ ബിസ്ക്കറ്റിന്. ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ അമൃതം പൊടി ഒരു 1.5 കപ്പ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം നമ്മുടെ അമൃതം പൊടി പാക്കറ്റിൻ്റെ പകുതിയോളം വരും. ഇതിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ഒരു 1.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലൊരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറൊക്കെ ബിസ്ക്കറ്റിന് കൊടുക്കും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് തിളപ്പിച്ച് ആറിച്ച് വെച്ചിരിക്കുന്ന ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇത് അധികം ലൂസായി പോകരുത്. ഒരു ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇതിലേക്ക് നമ്മൾ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. വെള്ളം കൂടിപ്പോയെങ്കിൽ നമുക്ക് അല്പം അമൃതം പൊടി ഇട്ട് ഈ പരുവത്തിൽ എത്തിക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു ചെറിയ നാരങ്ങയുടെ ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയിട്ട് ചെറുതായി പ്രസ് ചെയ്ത് ഒരു ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിലെത്തിക്കാം. അച്ചുള്ളവർക്ക് ഇഷ്ടമുള്ള അച്ചിലൊക്കെ വെച്ച് നല്ല ഷേപ്പിലെടുക്കാം. ചെറുതായിട്ട് നമുക്കൊരു ഫോർക്ക് വെച്ച് ഡിസൈനൊക്കെ കൊടുക്കാം. ഇത് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാനിലേക്കോ ഒരു കുക്കറിലേക്കോ നമുക്ക് നല്ല ബട്ടർ പേപ്പറിൽ നെയ്യ് തടവിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. അല്പം ഗ്യാപ്പിട്ട് വയ്ക്കുക. ഇത് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാനിലേക്ക് മാറ്റാം. കുക്കറിൽ വയ്ക്കുന്നവർ അതിൻ്റെ വാഷറും വിസിലും മാറ്റിയിട്ട് വേണം വയ്ക്കാൻ. ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ചെക്ക് ചെയ്യാം. ഒരു ഫോർക്ക് വെച്ചിട്ട് കുത്തി നോക്കുമ്പോഴത്തേക്ക് ഹാർഡായോ നോക്കാം. അധികം ഹാർഡാവണ്ട, തണുത്ത് കഴിയുമ്പോൾ ഇത് ഒത്തിരി ഹാർഡായി പോകാനുള്ള സാധ്യതയുണ്ട്. മുകളിലൊരു ചെറിയ സോഫ്റ്റ്നെസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, തണുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഓക്കെ ആയിക്കോളും. എൻ്റെ കുക്കിംഗ് ടൈം ഇവിടെ 18 മിനിറ്റ്സാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നല്ല ടേസ്റ്റുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. എല്ലാവരും റെഡിയാക്കി നോക്കണം. താങ്ക് യു.